സംയുക്ത സൈനിക മേധാവികളുടെ വിശദീകരണത്തിന് ശേഷവും ഏറ്റവും ഒടുവിലായി അതിർത്തി മേഖലകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്സാൽമീറിലും ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പഞ്ചാബിലെ ഗുരുദാസ്പൂരിലും ബ്ലാക്കൌട്ട്. അതിർത്തി മേഖലകളിലെ സ്കൂളുകൾ നാളെയും പ്രവർത്തിക്കില്ല. അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഒരു ജവാന് കൂടി വീരമൃത്യു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് ചേർക്കുന്ന വിശദാംശങ്ങളുമായി. റഷീദ്, എവിടേക്കാണ് ഇപ്പോൾ ബ്ലാക്കൌട്ട് ഉള്ളത്? ഒപ്പം 5 നമ്മുടെ സൈനികർക്ക്, അതായത് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു ഉണ്ടായി എന്ന DGMO വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടി. വിനിഷ, തീർച്ചയായും ഈ പഹൽഗാം ഭീകരാക്രമണം അതോടൊപ്പം നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ ഭീകരാക്രമണത്തിൻ്റെയും അതോടൊപ്പം പ്രത്യാഘാതങ്ങളുടെ ഭാഗമായി നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും, അതായത് അതിർത്തി മേഖലകൾ പങ്കിടുന്ന എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രതാ നിർദ്ദേശം പുലർത്തണമെന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ഔട്ടുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ജാഗ്രതയുടെ മാത്രമായാണ് ഇത്തരത്തിലുള്ള നടപടി എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ മേഖലകളിലുള്ളവരൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് പ്രധാനമായും രാജസ്ഥാനിലും പഞ്ചാബിലുമാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ടുമായി മുന്നോട്ട് പോകുന്നത്. രാജസ്ഥാനിലെ ജയ്സൽമീറിലും ബാട്ട്മീറിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള അപായമില്ല എന്നുള്ള കാര്യം ജില്ലാ കളക്ടർമാരടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ മേഖലകളിലുള്ള, അതായത് അതിർത്തി മേഖലകളിലെ ജില്ലകളിലുള്ള സ്കൂളുകളൊന്നും നാളെയും തുറന്ന് പ്രവർത്തിക്കുന്നില്ല എല്ലാ കാര്യവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം പഞ്ചാബിലെ വിവിധ മേഖലകളിൽ നിന്നുമായി ബന്ധപ്പെട്ടുള്ള ബ്ലാക്ക് ഔട്ടുകൾ തുടരുന്നുണ്ട്. പഞ്ചാബിലെ ഗുർദാസ്പൂരിലാണ് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഉള്ളത്. ഈ മേഖലയിലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന കാര്യം നേരത്തെ തന്നെ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് നിരീക്ഷണവുമായി മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഒക്കെ തന്നെയും ഇതിൻ്റെ ഭാഗമായി പൂർണ്ണമായും വൈദ്യുതികൾ അണച്ചിട്ടുണ്ട്. അതേസമയം ഈ മേഖലയിൽ നിന്നും ആളുകൾ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന ഒരു കാര്യവും ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ അടക്കമുള്ളവർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു പ്രകോപനം വീണ്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇൻ്റലിജൻസ് വിഭാഗത്തിൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സൂചന നൽകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് നിരീക്ഷണവുമായി വിവിധ സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അപായ സൈറണുകളോ ഒന്നും തന്നെ ഈ മേഖലയിൽ മുഴങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ ഡ്രോൺ ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റു ആക്രമണങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അപായ സൂചനയായിട്ടുള്ള സൈറൺ മുഴങ്ങാറുണ്ട്. അതേസമയം ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട സൈറണുകൾ ഇതുവരെയും മുഴങ്ങിയിട്ടില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണവും അതോടൊപ്പം ഒരു നിരീക്ഷണവും ഇൻ്റലിജൻസ് വിഭാഗവും അതോടൊപ്പം റഡാർ സംവിധാനങ്ങളൊക്കെ തന്നെയും നിരീക്ഷിച്ചു വരികയാണ്. എല്ലാ അതിർത്തി മേഖലകളിലും ജാഗ്രത പുലരണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെയും, അതായത് രാജസ്ഥാനിലെയും പഞ്ചാബിലെയും അതിർത്തി മേഖലകളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിനീഷ. ശരി, അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നിലവിൽ രാജസ്ഥാനിലെയും പഞ്ചാബിലെയും വിവിധയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് തുടരുന്നുണ്ടോ? വെടിനിർത്തലിന് ശേഷവും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായേക്കുമോ എന്ന ഒരു പ്രതീക്ഷ, അത്തരത്തിലൊരു ആശങ്ക, പ്രതീക്ഷ എന്ന തെറ്റിപ്പറഞ്ഞതാണ്, ആശങ്ക അതിപ്പോഴും തുടരുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ കരാർ നേരത്തെ തന്നെ പാകിസ്ഥാൻ 2003 വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന DGMO പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ് അതിർത്തി പ്രദേശങ്ങളിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്സാൽമീറിലും പഞ്ചാബിലെ ഗുരുദാസ്പൂരിലും ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് നിരീക്ഷണം തുടരുന്നത്. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.